അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 27 വെള്ളിയാഴ്ച. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് മലമ്പുഴ, വയനാട് ബാണാസുര സാഗർ എന്നീ ഡാമുകളുടെ ഷട്ടറുകൾ ഇന്ന് രാവിലെ 10 മണിയോടെ തുറന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായിട്ടാണ് ഷട്ടറുകൾ തുറന്നത്. കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കക്കയം ഡാമിൽ ജലനിരപ്പ് 2487 അടിയിലെത്തിയതോടെ ഇന്നലെ രാത്രി 7:13 2 ഷട്ടറുകളും 15 സെന്റിമീറ്റർ തുറന്നിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135.10 അടിയായി. നീരൊഴുക്കിന്റെ ശക്തി കുറഞ്ഞതിനാൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. ഇടുക്കിയിലെ മലങ്കര, പാമ്പ്ല, കല്ലാർകുടി, പൊന്മുടി അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുന്നുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും ചാലക്കുടി മേഖലയിൽ കനത്ത നാശം. പുഴയിൽ ജലവിതാനം ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. പലയിടത്തും റോഡുകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറി. മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ വീണു. പരിയാരം പഞ്ചായത്തിലെ മംഗലൻ കോനയിൽ വെള്ളം കയറി. ഇവിടുത്തെ 13 വീട്ടുകാരെ പരിയാരം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റി. കാഞ്ഞിരപ്പള്ളി കോവിലകം റോഡിലും വെള്ളം കയറി. ഇവിടുത്തെ 12 വീട്ടുകാരെയും മാറ്റിപ്പാർപ്പിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയത്തിനെ തുടർന്നുണ്ടായ ക്രെഡിറ്റ് തർക്കത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തി. ജയത്തിന്റെ തിളക്കം കെടുത്തുന്ന അനാവശ്യ തർക്കമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. ക്രെഡിറ്റും ഡെബിറ്റും വേണ്ട, ടീം സ്പിരിറ്റ് മതിയെന്നും തർക്കം മാറ്റിവെച്ച് പാർട്ടി ഒറ്റക്കെട്ടായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ടു പോകണമെന്നാണ് രാഷ്ട്രീയകാര്യസമിതി അംഗങ്ങളുടെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ക്യാപ്റ്റനെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചതിനാലാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. കോൺഗ്രസിലെ ക്യാപ്റ്റൻ വിവാദത്തിൽ പാർട്ടി നേതൃത്വം പക്വത കാണിക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA. ക്യാപ്റ്റൻ, കപ്പിത്താൻ, കാരണഭൂതൻ തുടങ്ങിയ വാക്കുകൾ UDF പ്രവർത്തകർ വെറുക്കുന്നതാണ്. സമൂഹമാധ്യമങ്ങളിൽ നരേറ്റീവ് നൽകുന്ന ശൈലി പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും മൂവാറ്റുപുഴ MLA പറഞ്ഞു. നിലമ്പൂർ വിജയം പ്രവർത്തകർക്ക് നൽകിയ ആത്മവിശ്വാസം അനാവശ്യ ചർച്ചകൾക്ക് വഴിയില്ലാതാക്കരുതെന്നും നേതൃത്വത്തോട് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. KSRTCക്ക് സർക്കാർ സഹായമായി ഈ മാസം 122 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. KSRTCയിലെ പെൻഷൻ വിതരണത്തിനായി 72 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 50 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഈ സർക്കാരിന്റെ കാലത്ത് 6523 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി ലഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് M കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളാണ് കേരള കോൺഗ്രസ് M ലക്ഷ്യം. മലയോര മേഖലകളിൽ കൂടുതൽ വാർഡുകൾ ആവശ്യപ്പെടും. ഇന്ന് കോട്ടയത്ത് ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഓരോ ജില്ലയിലെയും സീറ്റുകളുടെ പട്ടിക തയ്യാറാക്കും. CPMുമായി ചർച്ചകൾ തുടങ്ങാനും തീരുമാനിച്ചു. നിലമ്പൂരിൽ NDAയുടെ വോട്ട് വർദ്ധിച്ചെന്നും മികച്ച പ്രകടനം നടത്തിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിലമ്പൂരിൽ ജയിച്ചത് കോൺഗ്രസ് അല്ല, ജമാഅത്തെ ഇസ്ലാമിയാണെന്നും കേരളത്തിൽ ഇനി കോൺഗ്രസിനെ ഭരിക്കണമെങ്കിൽ 26 സീറ്റ് കൂടി വേണമെന്നും അതേത് സീറ്റെന്ന് രാഹുലും കോൺഗ്രസും വ്യക്തമാക്കണമെന്നും നിലമ്പൂരിൽ ജയിച്ചതുകൊണ്ട് മാത്രം കേരളം ഭരിക്കുമെന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ CBSE സ്കൂളുകൾക്കെതിരെ വിമർശനവുമായി ബാലാവകാശ കമ്മീഷൻ. സ്കൂളുകളിൽ സർക്കസിൽ ട്രെയിനിംഗ് കൊടുക്കുന്നതുപോലെയുള്ള രീതികളല്ല വേണ്ടത്. സംസ്ഥാനത്തെ വിവിധ CBSE സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്നത് നിരവധി പരാതികളെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. കുട്ടികൾക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ സ്കൂൾ മാനേജ്മെന്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരില്ലാത്തത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമല്ലെന്ന് കേരള ഹൈക്കോടതി. സംസ്ഥാനത്തെ 13-ൽ 12 സർവകലാശാലകളിലും സ്ഥിരം വിസിമാരില്ലാത്തത് ഗുരുതര സാഹചര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെയും സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറെയും വിമർശിച്ചു. കേരള സർവകലാശാല വിസിയുടെ അധിക ചുമതല ഡോക്ടർ മോഹൻ കുന്നുമലിന് നൽകിയത് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. ഈ ഹർജിയിലെ വിധി പകർപ്പിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിമർശനം. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞുവീണ് പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ, ആലിം എന്നിവർ മരിച്ചു. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന 3 പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തു. കൊടകര ടൌണിൽ തന്നെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന പഴയ ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം കനത്ത മഴയെ തുടർന്നാണ് തകർന്നത്. കേരളത്തിൽ ക്യാൻസർ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ കഴിയുന്നവരുടെ എണ്ണം തീരെ കുറവാണെന്ന് സർവേ. ക്യാൻസർ ചികിത്സാ വിദഗ്ധരുടെ സംഘടനയാണ് ഇതു സംബന്ധിച്ച സർവേ പുറത്തുവിട്ടത്. കേരള മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റുകളുടെ സംഘടനയായ അബോക്കാണ് അർബുദ പ്രതിരോധത്തിനും അവബോധത്തിനും ഊന്നൽ നൽകിയുള്ള സർവേ നടത്തിയത്. നിലപാടുകളുടെ കണിശതയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് നടൻ ജോയ് മാത്യു. വിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ സംസാരിക്കുന്നവരാണ് സാംസ്കാരിക പ്രവർത്തകരെന്നും ബാക്കിയുള്ളവർ കൂലി എഴുത്തുകാരാണെന്നും മുഖ്യമന്ത്രിയെ വിമർശിച്ച MT നടത്തിയതാണ് സാംസ്കാരിക പ്രവർത്തനമെന്നും ജോയ് മാത്യു പറഞ്ഞു. കടന്നലിനെ കൂടെ കൂട്ടാതിരുന്നത് സതീശന്റെ നിലപാടിലെ കണിശതയാണെന്നും അതിനെ വിധി സതീശനെ സല്യൂട്ട് ചെയ്യുന്നുവെന്നും അൻവർ 9 കൊല്ലം ജനപ്രതിനിധിയായിരുന്നുവെന്നും അത്തരം ഒരാൾക്ക് കിട്ടേണ്ട വോട്ടേ കിട്ടിയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി കളമശ്ശേരിയിൽ കേരള ഹൈക്കോടതി ജഡ്ജി A. ബദറുദ്ദീന്റെ വീട്ടിൽ മോഷണം നടന്നതായി പരാതി. വീടിനകത്തെ ബെഡ്റൂമിൽ സൂക്ഷിച്ചിരുന്ന വളകളടക്കം 6 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായെന്നാണ് പരാതി. വീടുമായി അടുത്തിടപഴകുന്ന വ്യക്തികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. പ്രദേശത്തെ CCTV തെളിവുകളടക്കം ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി കളമശ്ശേരി പോലീസ് അറിയിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖം ബീച്ചിനെ രൂക്ഷമായ കടൽക്ഷോഭത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി സർക്കാരിന് സമർപ്പിക്കാൻ വിദഗ്ധ സംഘം തീരുമാനമെടുത്തു. ഇന്ന് ശംഖുമുഖത്തെ കടലാക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച സമിതി ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ച ജിയോ ട്യൂബ് പദ്ധതി സർക്കാരിന് സമർപ്പിക്കാനാണ് തീരുമാനിച്ചത്. സുരേഷ് ഗോപി ചിത്രം JSKയുടെ പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് ഫെഫ്ക. പേര് മാറ്റണമെന്നും റീവൈസിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടുവെന്നും സമാനമായി 2 സിനിമകൾ ഇതിനു മുൻപ് പേര് മാറ്റിയെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ച സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ 1 ദിവസം നീണ്ടുനിൽക്കുന്ന സമരം നടത്തുമെന്നും നിർമ്മാതാക്കളുടെ സംഘടനയും അമ്മ പ്രതിനിധികളും പങ്കെടുക്കുമെന്നും B. ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് VS. ശ്വസനവും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നു. എക്സൈസ് ചട്ടം നിലവിൽ വന്നിട്ട് 3 മാസമായെങ്കിലും IT പാർക്കിലെ മദ്യശാലയ്ക്ക് ഒരു അപേക്ഷ പോലും വന്നില്ലെന്ന് റിപ്പോർട്ടുകൾ. ചട്ടത്തിലെ നിബന്ധനകൾ ഇളവ് ചെയ്യണമെന്ന് IT വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു IT പാർക്കിൽ ഒരു ലൈസൻസ് എന്ന നിബന്ധനയിൽ മാറ്റം വേണമെന്ന് IT വകുപ്പ് ആവശ്യപ്പെട്ടു. നിലവിൽ ഡെവലപ്പർക്ക് മാത്രമാണ് ലൈസൻസ് നൽകാൻ ചട്ടം ഭേദഗതി ചെയ്തത്. അപേക്ഷകരായി ഡെവലപ്പർമാർക്കും ലൈസൻസ് വേണമെന്ന് IT വകുപ്പ് നിലപാടെടുത്തിരിക്കുകയാണ്. Joy of Jewelry Shopping. Biggest joy of jewelry shopping ഇത് ആരംഭിക്കുന്നു. എല്ലാ ആഭരണങ്ങളിലും നേടൂ പണിക്കൂലിയിൽ 50% വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട്. ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പ്രഷ്യസ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ചോയ്സ്. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler. പശ്ചിമബംഗാളിൽ നിയമ വിദ്യാർത്ഥിനി കോളേജ് ക്യാമ്പസിനുള്ളിൽ കൂട്ടബലാത്സംഗത്തിനിരയായി. കൊൽക്കത്തയ്ക്ക് സമീപം കസ്ബയിലാണ് സംഭവം. ബുധനാഴ്ച രാത്രി 7:30-നും 8:50-നും ഇടയിലായിരുന്നു അതിക്രമം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 കോളേജ് വിദ്യാർത്ഥികളും കോളേജ് ജീവനക്കാരനുമടക്കം 3 പേർ അറസ്റ്റിലായതായി പോലീസ് അറിയിച്ചു. ഇന്നലെ അറസ്റ്റിലായ ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീംലൈനർ വിമാനത്തിന്റെ നിർണായക വിവരങ്ങളടങ്ങിയ ബ്ലാക്ക് ബോക്സ്
പരിശോധിക്കുന്നത് തുടരുന്നുവെന്ന് വ്യോമയാന മന്ത്രാലയം. ചൊവ്വാഴ്ച മുതൽ ബ്ലാക്ക് ബോക്സിലെ ഡാറ്റ എക്സ്ട്രാക്ഷൻ തുടങ്ങി. ഈ നടപടിക്ക് 7 മുതൽ 10 ദിവസം വരെ എടുത്തേക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡും ചേർന്നാണ് വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്ന് എടുത്തത്. അതിദാരുണമായ അവസ്ഥയിലായിരുന്ന 39 വയോധികരെ വൃദ്ധസദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നോയിഡയിലെ സെക്ടർ 55-ലുള്ള ആനന്ദ് നികേതൻ വൃദ്ധസദനത്തിലാണ് സംഭവം. ഈ വൃദ്ധസദനത്തിന്റെ ശോചനീയാവസ്ഥ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ അടുത്തിടെ ലഖ്നൌവിലെ സാമൂഹിക ക്ഷേമ വകുപ്പിന് ലഭിച്ചിരുന്നു. തുടർന്ന് സംസ്ഥാന വനിതാ കമ്മീഷനും നോയിഡ പോലീസും വൃദ്ധസദനത്തിൽ റെയ്ഡ് നടത്തുകയായിരുന്നു. വിവാദ പരാമർശവുമായി RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ. ഭരണഘടനയുടെ ആമുഖത്തിലെ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ പദങ്ങൾ ആവശ്യമുണ്ടോ എന്നാണ് RSS ജനറൽ സെക്രട്ടറിയുടെ ചോദ്യം. അടിയന്തരാവസ്ഥ കാലത്ത് ചേർത്ത പദങ്ങളാണിതെന്നും അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിൽ ഈ പദങ്ങളില്ലെന്നും ഹൊസബളെ ഒരു ചടങ്ങിൽ പറഞ്ഞതായാണ് റിപ്പോർട്ട്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. RSS ഒരിക്കലും ഭരണഘടനയെ അംഗീകരിച്ചിട്ടില്ലെന്നും മനുസ്മൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടല്ല ഭരണഘടന തയ്യാറാക്കിയതെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു. പുതിയ ഭരണഘടന കൊണ്ടുവരുമെന്ന BJPയുടെയും RSSന്റെയും നിരന്തരമായ പ്രചാരണത്തിന് ജനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകി. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ മാറ്റണമെന്ന ആവശ്യം RSS ഇപ്പോഴും തുടരുകയാണെന്നും ജയറാം രമേശ് കുറ്റപ്പെടുത്തി. 2026 തമിഴ്നാട്ടിൽ NDA സഖ്യം അധികാരത്തിലെത്തുമെന്ന് അമിത്ഷാ. സഖ്യത്തെ എടപ്പാടി തന്നെ നയിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. വിജയ് BJP സഖ്യത്തിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് അല്പസമയം കൂടി കാത്തിരിക്കണമെന്ന് അദ്ദേഹം മറുപടി നൽകി. ഇക്കാര്യത്തിൽ വൈകാതെ വ്യക്തത വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കൈമാറിയ കേസിൽ ദില്ലിയിലെ നാവികസേന ആസ്ഥാനത്തെ ക്ലാർക്ക് അറസ്റ്റിൽ. നാവികസേന ആസ്ഥാനത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഡോക്ക് യാർഡിലെ അപ്പർ ഡിവിഷൻ ക്ലർക്കായ വിശാൽ യാദവാണ് പിടിയിലായത്. രാജസ്ഥാൻ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ മാലെ മഹാദേശ്വര വന്യജീവി സങ്കേതത്തിലെ വനമേഖലയിൽ തള്ളക്കടുവയെയും 4 കുഞ്ഞുങ്ങളെയും ചത്ത നിലയിൽ കണ്ടെത്തി. സംസ്ഥാനത്ത് ഒറ്റ ദിവസം ഒറ്റ സ്ഥലത്ത് നടക്കുന്ന ഏറ്റവും വലിയ കടുവ മരണനിരക്കാണിതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിഷബാധയെന്നാണ് പ്രാഥമിക നിഗമനം. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി മൂലം മരിച്ചവരുടെ എണ്ണം 12ആയി ഉയർന്നു. മിന്നൽ പ്രളയത്തിൽ ഹിമാചൽ പ്രദേശിലെ വിവിധയിടങ്ങളിൽ മാത്രമായി 5 പേരാണ് മരിച്ചത്. മിന്നൽ പ്രളയത്തിൽ കാണാതായ ഒരു തൊഴിലാളിയുടെ കൂടി മൃതദേഹം കണ്ടെടുത്തു. ഒഴുക്കിൽപ്പെട്ട് കാണാതായ മറ്റ് തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 90 ഡിഗ്രി വളവുള്ള മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിലെ സാങ്കേതിക പിഴവുകൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. അപാകതകൾ പരിഹരിച്ച ശേഷം മാത്രമേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 90 ഡിഗ്രി പാലത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകൾ നിറഞ്ഞതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ധാക്കയിലെ ഖിൽഖേത്തിലെ ദുർഗാക്ഷേത്രം പൊളിച്ചുമാറ്റിയതിനെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. ക്ഷേത്രം പൊളിച്ചു നീക്കിയ നടപടിയെ അപലപിക്കുകയും മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ സംഭവം കൈകാര്യം ചെയ്തതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയും തീവ്രവാദികളുമായി സഹകരിക്കുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന് സുരക്ഷ ഒരുക്കുന്നതിനു പകരം ഇടക്കാല സർക്കാർ ഈ സംഭവത്തെ ഭൂമി കയ്യേറ്റമായി ചിത്രീകരിച്ച് ക്ഷേത്രം നശിപ്പിക്കാൻ അനുവദിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അമേരിക്കയും ഇന്ത്യയുമായി വലിയ വ്യാപാര കരാർ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പ്രതിസന്ധിയിലായി എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇന്ത്യയുമായി വളരെ വലിയ കരാർ ഉടനുണ്ടാകുമെന്ന സൂചന ട്രംപ് നൽകിയത്. എല്ലാ രാജ്യങ്ങളും അമേരിക്കയുമായി കരാർ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ വ്യക്തിവിവരങ്ങൾ ടെലഗ്രാം ബോട്ട് വഴി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായി റിപ്പോർട്ട്. പേര്, വിലാസം, ആധാർ, പാൻ, വോട്ടർ ID എന്നിവയും ഫോൺ നമ്പറുകളുമാണ് ബോട്ട് വഴി വിൽക്കുന്നത്.
ഫോൺ നമ്പർ നൽകിയാൽ ഇപ്പറയുന്ന എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന രീതിയിലാണ് ഈ വിൽപ്പന. ഇതിനെ പണവും ഈടാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വ്യക്തിവിവരങ്ങൾ ശേഖരിക്കാൻ 99 രൂപ മുതലാണ് ഇവർ വാങ്ങുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ വധിക്കാൻ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ സൈന്യം ശ്രമിച്ചുവെങ്കിലും അവസരം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഖമീനി ഒളിവിൽ പോയതോടെയാണ് പദ്ധതി പാളിയതെന്നും ഖമീനിയെ ഒരുപാട് തിരഞ്ഞെന്നും കണ്ടെത്തിയാൽ വധിക്കുമായിരുന്നുവെന്നും ഇസ്രായേലി ചാനലുകൾ നടത്തിയ അഭിമുഖങ്ങളിൽ സംസാരിക്കവേ മന്ത്രി വെളിപ്പെടുത്തി. അമേരിക്കയുമായി ആണവ ചർച്ച നടത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി. യുഎസ് ഇറാൻ ചർച്ച അടുത്തയാഴ്ച നടക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തിയത്. യുഎസുമായി വീണ്ടും ചർച്ചകൾ നടത്തുന്നത് ഇറാനെ ഗുണകരമാകുമോ എന്ന വിലയിരുത്തൽ നടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവിജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.